ജ്യേഷ്ഠൻ അനുജനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ചടയമംഗലം പോരേടം സ്വദേശിയായ സനൽ തന്റെ സഹോദരൻ കലേഷിനെയാണ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തെ തുടർന്ന് ജ്യേഷ്ഠനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. പോരേടത്ത് പ്രവർത്തിക്കുന്ന ഇരുചക്രവാഹന വർക്ക്ഷോപ്പിലേക്ക് പൊള്ളലേറ്റ കലേഷിന്റെ മൂത്തമ്മയുടെ മകനായ സനൽ ബൈക്കിൽ വരികയും ബൈക്കിൽ നിന്നും പെട്രോൾ ബക്കറ്റിൽ ഊറ്റിയതിനു ശേഷം വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്ന കലേഷിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കമ്പിൽ തുണി ചുറ്റി പെട്രോളിൽ മുക്കി തീ കത്തിച്ച് കലേഷിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. ദേഹമാസകലം തീ കത്തിയ നിലയിൽ കലേഷ് റോഡിൽ കൂടെ ഓടുകയായിരുന്നു. തീ കത്തിയത് ശ്രദ്ധയിൽപ്പെട്ട തൊട്ടടുത്ത് താമസിക്കുന്ന സ്ത്രീയും യുവാക്കളും ചേർന്ന് തീ അണച്ചു. കൊട്ടാരക്കരയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക് കൂടിയിട്ട് ഞാൻ ഈ ജംഗ്ഷനിൽ ഇവിടെ വന്ന് വണ്ടി ഇതുപോലെ അവിടോട്ട് വെച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വണ്ടി വന്നപ്പോഴത്തെ ആൾക്കാർ അന്തം വിട്ടില്ല അങ്ങോട്ട് നോക്കുന്ന എന്തെന്ന് സംഭവം എന്നറിയാൻ വയ്യാതെ. അന്നേരം എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ കൂടെ ഉള്ള MLSP എന്ന് പറയുന്ന സിസ്റ്റർ ഇവിടെ വന്ന് നിന്നിട്ട് ചെരുപ്പ് കൂടാതെ ഇവിടെ വന്നിട്ട് പറഞ്ഞു, താത്ത ഒരു പയ്യൻ തീ കത്തി അങ്ങോട്ട് ഓടിയാത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആരെന്നും ഏവരെന്നും അറിയാൻ വയ്യാതെ ഞാനും അങ്ങോട്ട് കൂടെ ചെന്നപ്പോഴത്തേക്കാണ് അവൻ തുണിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ തീ മൊത്തത്തിൽ അണഞ്ഞ് എല്ലാവരും കൂടെ എങ്ങനെയോ അണച്ച് നമ്മൾ തീ തറയിൽ കിടന്ന് ഉരുണ്ട് തീ അണക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ദേഹത്തെ തുണിയെല്ലാം വെന്തു. ഇത്രയാണ് നമുക്കറിയാവുന്നത്. ഇവനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ 2 പിള്ളേരന്മാർ വന്നപ്പോഴത്തേക്കാണ് അവരോട് ചോദിച്ചത്. ഒരാൾ മൂതലയുള്ളതും ഒരാൾ ഇടയ്ക്കോട്ട് തിരുവഴിയിലും ഉള്ളതാണെന്ന് മാത്രം അറിഞ്ഞ് പേര് പോലും വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയത്തില്ല. ഇത്തരം സംഭവമാണ് ഞാനിവിടെ വരുമ്പോഴത്തേക്കും നടക്കുന്നത്. കലേഷിന്റെ ദേഹത്ത് 80% പൊള്ളലേറ്റിട്ടുണ്ട്. സനലിന്റെ ഭാര്യയും കലേഷും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിന്മേലാണ് കലേഷിനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കുഞ്ഞമ്മയുടെ മകനായ കലേഷും സനലും കുടുംബവും കൂട്ടുകുടുംബമായാണ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കുടുംബ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് സനലും ഭാര്യയും വേറെ മാറി താമസിച്ചു. അതിനുശേഷം കലേഷിനെതിരെ പരാതി കൊടുക്കുകയും കലേഷ് സനലിനും ഭാര്യയ്ക്കുമെതിരെ പരാതി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സനലും ഭാര്യയും എറണാകുളത്തേക്ക് താമസം മാറി. എന്നാൽ എറണാകുളത്ത് ചെന്നതിനു ശേഷം സനലിന്റെ ഭാര്യ സനലുമായി പിണങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ഭാര്യ അമ്മയോടൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി സനൽ നാട്ടിലെത്തി ഭാര്യ താമസിക്കുന്ന സ്ഥലത്തെത്തി അടിയും വഴക്കുമുണ്ടാക്കി. തുടർന്ന് രാവിലെ തന്നെ ഭാര്യ ഭർത്താവിനെതിരെ ചടയമംഗലം പോലീസിൽ പരാതി നൽകി. ചടയമംഗലം പോലീസ് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും സനൽ കലേഷിനെ കൊല്ലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കണക്കുകൂട്ടിയാണ് തന്റെ ജീവിതം തകർത്തത് കലേഷാണെന്ന് കരുതി ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. സംഭവത്തിനു ശേഷം സനൽ സ്വമേധയാ ചടയമംഗലം പോലീസിന് കീഴടങ്ങി. മറ്റുള്ള നടപടികൾ ചടയമംഗലം പോലീസ് സ്വീകരിച്ചു വരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ കലേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് കൊട്ടാരക്കര SP സാബു മാത്യു ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. സയന്റിഫിക് ഉദ്യോഗസ്ഥർ എത്തി തെളിവുകൾ ശേഖരിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. കൊട്ടാരക്കരയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് 9-ാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് 11-ാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ചന്തമുക്ക്, കൊല്ലം റോഡ്, കൊട്ടാരക്കര.